ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നു സുമിത്ര ടീച്ചറെ കാണാനായി പോവുകയാണ്. സുമിത്ര ടീച്ചറെ കാണുന്നതും ചിന്നു അങ്ങനെ കരയാണ്. അമ്മയെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. വീട്ടിലാണെങ്കിൽ ഓരോരുത്തരും ഓരോന്നാണ് അമ്മയെക്കുറിച്ച് പറയുന്നത്. അത് കേട്ടിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നതെന്ന് ചിന്നു അങ്ങനെ പറയാണ്. ടീച്ചർ അപ്പോൾ പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, അമ്മ വന്നോളും. ഈ സമയത്ത് ആർക്കും എന്ത് വേണമെങ്കിലും പറയാലോ. ആളുകളുടെ നാവ് നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ എന്ന് പറയാണ്. ചിന്നപ്പ പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് അറിയോ, അങ്കിള് പാലക്കാട്ടേക്ക് പോയതുകൊണ്ട് അമ്മയും കൂടെ പോയി എന്നാണ് എല്ലാവരും പറയുന്നത്. അമ്മയെ പറ്റി ഇവർക്കൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോ. അമ്മയെ പറ്റി എനിക്ക് നല്ലപോലെ അറിയാം, അങ്കിളിനെ കുറിച്ചും എനിക്കറിയാം. ഞാൻ മാത്രം വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർ കൂടി വിശ്വസിക്കണ്ടേ. ദിവസം കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്തെല്ലാം അപവാദങ്ങളാണ് നേരിടേണ്ടി വരുന്നത് എന്നൊക്കെ ചിന്നു അങ്ങനെ പറയാണ്. ടീച്ചർ അപ്പോൾ ചിന്നുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോൾ അതൊന്നും നോക്കണ്ട, ഇങ്ങനെയുള്ള അപവാദങ്ങളെല്ലാം ഞാനും കേൾക്കുന്നുണ്ട്. ഇങ്ങനെ അർച്ചനയ്ക്ക് ഒരു അപവാദം കേൾക്കേണ്ട സാഹചര്യം ഇല്ലാതാക്കാനാണ് ഞാനും എൻ്റെ മോനും ഈ വീട്ടിൽ നിന്ന് മാറാമെന്ന് തീരുമാനിച്ചത് എന്ന് ടീച്ചർ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, മുത്തശ്ശിയും JK അങ്കിളും ഇവിടെ നിന്ന് മാറുകയാണോ? ഞങ്ങൾ ഇവിടെ നിന്ന് താമസം മാറരുത്, അതെനിക്കും എൻ്റെ അമ്മയ്ക്കും സഹിക്കില്ല. ഞങ്ങൾ ഒറ്റപ്പെട്ടു പോവും. നിങ്ങളിവിടെ ഉള്ളതാണ് ഞങ്ങൾക്ക് ആശ്വാസം, നിങ്ങൾ ഇവിടെ നിന്ന് പോവരുതെന്ന് ചിന്നു അങ്ങനെ പറയാണ്. ചിലപ്പോൾ പറയുന്നുണ്ട്, അർച്ചനയും JKയും ഒരേ ദിവസം ഇവിടെ നിന്ന് പോയതുകൊണ്ട് പലരും പലതും പറയുന്നുണ്ട്. ആരൊക്കെയോ ഇല്ലാ കഥകൾ പറഞ്ഞ് സന്തോഷിക്കുകയാണ്. മകൻ എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതിനെല്ലാം അർച്ചന തിരിച്ചു വന്നേ പറ്റൂ, എങ്കിലേ എൻ്റെ ആശങ്ക മാറൂ. എനിക്ക് അവളെ കുറിച്ചാണ് ഇപ്പൊ ടെൻഷൻ. ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് അവൾ അങ്ങനെ മാറി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. നിന്റെ അമ്മയും അച്ഛനും തമ്മിലാണല്ലോ ഇലക്ഷൻ നടക്കുന്നത് എന്നങ്ങനെ ടീച്ചർ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇവര് തമ്മിൽ തന്നെയാണ് മത്സരം. പക്ഷേ ആ മത്സരത്തിൽ ആര് തോറ്റാലും ജയിച്ചാലും എനിക്കിപ്പോ പ്രശ്നമില്ല. എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതിയെന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, മോളിപ്പോ വീട്ടിലേക്ക് പോ, അമ്മ എന്തായാലും തിരിച്ചെത്തുമെന്ന് പറയാണ്. ചിന്നു അപ്പൊ തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട്. ടീച്ചറാണെങ്കിൽ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അർച്ചനയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണമേ എന്ന്. അങ്ങനെ JKയും ആ ഓട്ടോ ഡ്രൈവറും കൂടി താക്കോലും വാങ്ങിച്ചുകൊണ്ട് വാടക വീട് കാണാനായി വരികയാണ്. ഇറ്റ് കടന്ന് അകത്തേക്ക് നോക്കുന്നതും ജനലുകൾ തുറന്നിട്ടിരിക്കുന്നു. പെൺകുട്ടികളുടെ ചെരുപ്പുകളെല്ലാം അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കണ്ട് JK അങ്ങനെ ഓട്ടോ ഡ്രൈവറോട് പറയുന്നുണ്ട്, താനല്ലേ ഇവിടെ ആരും താമസമില്ലെന്ന് പറഞ്ഞത്, ഇവിടെ ഓൾറെഡി വാടകയ്ക്ക് താമസക്കാരുണ്ടെന്ന് തോന്നുന്നു, താൻ എന്തിനാണ് പിന്നെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഡ്രൈവർ അപ്പൊ പറയുന്നുണ്ട്, ഞാനും അതാണ് വിചാരിക്കുന്നത്, താക്കോല് തരുമ്പോഴും അയാളൊന്നും പറഞ്ഞില്ല, എന്താണെങ്കിലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവരങ്ങനെ പോയി വാതില് മുട്ടി കോളിംഗ് ബെല്ലടിക്കുകയാണ്. എന്നാൽ കോളിംഗ് ബെല്ലടിക്കുന്നതും ആ രണ്ട് പെൺകുട്ടികൾ അകത്തുനിന്ന് ജനലിലൂടെ വന്ന് ആരാണെന്ന് നോക്കുകയാണ്. JK കാണുന്നതും ഇവരാകെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നീട് എന്താണെങ്കിലും ആരാണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ആ രണ്ട് പെൺകുട്ടികളും ചേർന്ന് വാതില് തുറക്കുകയാണ്. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഓട്ടോ ഡ്രൈവർ അപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടുത്തെ പുതിയ താമസക്കാരാണ്, ഞങ്ങൾ ഓണറോട് നേരിട്ട് സംസാരിച്ചിട്ടാണല്ലോ ഈ വീട് വാടകയ്ക്കെടുത്തത്, ഒരു മാസത്തേക്ക് ഞങ്ങൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നതാണെന്ന് അവരങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട്, അവധി നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്, സോറി എന്ന് പറഞ്ഞ് JK ഓട്ടോ ഡ്രൈവറോട് പറയുന്നുണ്ട്, താൻ എന്തിനാടോ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്, ഇപ്പൊ ഇവിടെ എന്തിനാ നിൽക്കുന്നത്, നമുക്ക് പോവാമെന്ന് പറയാണ്. അർച്ചനയാണെങ്കിൽ പുറത്തുള്ള സംസാരം കേൾക്കുന്നുണ്ട്. അർച്ചന അപ്പൊ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആരോ വന്നിട്ടുണ്ടല്ലോ, നല്ല പരിചയമുള്ള സൗണ്ട് ആണല്ലോ എന്നൊക്കെ അങ്ങനെ പറയാണ്. JKയും ഓട്ടോ ഡ്രൈവറും അവിടെ നിന്നും പോവാൻ ഇറങ്ങുന്ന സമയത്താണ് അർച്ചന വാതിലിൽ തട്ടിക്കൊണ്ട് വാതില് തുറക്ക്, എങ്കിലും വന്ന് ഈ വാതില് തുറക്ക് എന്നൊക്കെ അങ്ങനെ പറയാണ്. ഇത് കേട്ട് JKയും ഓട്ടോ ഡ്രൈവറും ഒരു നിമിഷം അങ്ങനെ അതും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. പെൺകുട്ടികളാണെങ്കിൽ ആകെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. JK അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താണ് ബഹളം, അതാരാണെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടികളിൽ ഒരാൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ അമ്മയാണ്, പ്രായമായതാണ്, അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പോവും, അപ്പോഴാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്. അല്ല നിങ്ങൾ പോവുമല്ലേ, ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞ് ആ പെൺകുട്ടികൾ അങ്ങനെ അകത്ത് കയറി വാതിലടക്കിയാണ്. ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ JKയോട് പറയുന്നുണ്ട്, സാറേ ഞാൻ അറിയാതെ ഈ വീട് വാടകയ്ക്ക് കൊടുക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്, പിന്നെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല, ഞാൻ എന്തായാലും അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഇപ്പോൾ
അയാളെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, വീട് പോയില്ലേ, ഇപ്പോൾ തൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാ ഇടപാടുകളും ഓൺലൈനിലൂടെ നടക്കും, എന്തായാലും പോയി വണ്ടി എടുക്ക്, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഓട്ടോയിൽ കയറി പോവാനായി നിൽക്കുകയാണ്. അപ്പോഴേക്കും അതുവഴി അർച്ചനയെ തെരഞ്ഞുകൊണ്ട് അച്ചുവും പോലീസുകാരും കൂടി വരികയാണ്. ജെക്ക് അവിടെ അങ്ങനെ കാണുന്നതും അച്ചു ഇയാൾ എന്താണ് ഇവിടെ ഇങ്ങനെ, പാലക്കാട്ടേക്ക് പോയാൽ ഇവിടെ എങ്ങനെ എത്തിയെന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജെക്കും ഓട്ടോ ഡ്രൈവറും കൂടി അവിടെ നിന്നും പോവുകയാണ്. അച്ചു ആണെങ്കിൽ ജെക്ക് സംശയം തോന്നി ആ ഓട്ടോയ്ക്ക് പിന്നാലെ തന്നെ പോവുകയാണ്. കോടതിയിലാണെങ്കിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ദീപ്തി ആണെങ്കിൽ അർച്ചനയെ കാണാതെ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയ് ശങ്കറും ജഗദീഷ് വക്കീലും രവികുമാറും കൂടി വരുന്നത്. അവര് മൂന്നുപേരും അങ്ങനെ അർച്ചനയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദീപ്തിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അർച്ചന ഇന്ന് വന്നില്ലെങ്കിൽ ഇയാള് ഇലക്ഷനിൽ പ്രസിഡന്റ് ആവും, എന്തായാലും നടക്കാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. വിജയ് ശങ്കർ അപ്പോൾ രവികുമാറിനോട് ചോദിക്കുന്നുണ്ട്, അർച്ചന ഇനി എങ്ങാനും വരുമോ, അർച്ചന ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ സേഫ് അല്ലേ എന്നൊക്കെ വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുമ്പോൾ രവികുമാർ പറയുന്നുണ്ട്, അർച്ചന ഇപ്പോഴും സേഫായി അവരുടെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്, സാറ് പേടിക്കണ്ട, ഇലക്ഷനിൽ സാറ് തന്നെയായിരിക്കും ജയിക്കുക, സാറ് തന്നെയായിരിക്കും പ്രസിഡന്റ് ആവുക, കോള് പോവാതെ അർച്ചനയെ അവരെന്തായാലും വിടില്ല, സാറ് ധൈര്യമായിട്ടിരിക്കുക എന്നങ്ങനെ പറയാണ്. അങ്ങനെ അവർ മൂന്നുപേരും അർച്ചനയുടെ തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ച് സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ജഗദീഷ് വക്കീല് ദീപ്തി അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ദീപ്തിയെ കാണുന്നതും ഇനിയിപ്പോ എന്തെങ്കിലും പണി വരുമോ എന്ന് വിജയശങ്കറിനും കൂട്ടുകാർക്കും പേടിയാവുന്നുണ്ടെങ്കിലും രവികുമാർ പറയുന്നുണ്ട്, ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല, നമ്മൾ തന്നെയായിരിക്കും ഇതിൽ ജയിക്കുക എന്നങ്ങനെ പറയാണ്. ജെക്ക് ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് ഓട്ടോയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പോലീസ് വണ്ടി വന്ന് ആ ഓട്ടോന് മുന്നിൽ നിൽക്കുകയാണ്. അച്ചു വളരെ ഗൗരവത്തോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ജെക്കയോട് പറയുന്നുണ്ട്, മിസ്റ്റർ ജെക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം എന്നങ്ങനെ പറയുമ്പോൾ ജെക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനു ഇറങ്ങണം, എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങ് എന്നങ്ങനെ പറയുമ്പോൾ ജെക്ക് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഓട്ടോ ഡ്രൈവറോട് അപ്പൊ തന്നെ അച്ചു പോയിക്കോളാനും പറയുന്നുണ്ട്. പിന്നീട് ജെക്കയോട് പോലീസ് ജീപ്പിൽ കയറാനായി പറയാണ്. ജെക്ക് അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം, എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് വണ്ടിയിൽ വന്ന് കയറി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ പാലക്കാട്ടേക്ക് പോയതല്ലേ, ഈ പാലക്കാട്ടേക്ക് പോയ ആൾ എന്തിനാണ് ഇപ്പൊ ആ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത്, മര്യാദയ്ക്ക് നിങ്ങൾ എന്റെ ചേച്ചി ഇവിടെ നിന്ന് പറ എന്നൊക്കെ അച്ചു അങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. ജെക്ക് ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അച്ചുവിനോട് പറയുന്നുണ്ട്, ഞാൻ ആ വീട് വാടകയ്ക്ക് നോക്കാനായി പോയതാണ്, പാലക്കാട്ടേക്ക് പോയി വരുന്ന വഴിയാണ് ഞാൻ അവിടെ കയറിയത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ചു ആണെങ്കിൽ ജെക്കെ സംശയിക്കുകയാണ്. നിങ്ങൾ ഇന്നലെ പാലക്കാട്ടേക്ക് തന്നെയാണോ പോയത്, അതോ പാലക്കാട്ടേക്കാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ ഒളിഞ്ഞ് താമസിക്കുകയായിരുന്നോ, എന്റെ ചേച്ചി നിങ്ങൾക്കൊപ്പമാണോ വന്നത്, ചേച്ചിയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോയതെന്ന് പറ എന്നെല്ലാം അച്ചു അങ്ങനെ ചോദിക്കുകയാണ്. ജെക്ക് ആണെങ്കിൽ ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കിതൊന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്കത് പറയാനുള്ള മനസ്സില്ല, അർച്ചനയുടെ അനിയൻ തന്നെയാണോ, ഇവത്തെ പോലെ കാണുന്ന അർച്ചനയെ കുറിച്ച് നിനക്ക് എങ്ങനെ ഇങ്ങനെയെല്ലാം പറയാൻ തോന്നി, എന്നെ പോറ്റി വളർത്തിയ നിന്റെ ചേച്ചിയെ കുറിച്ച് നീ എന്തൊക്കെയാണ് പറയുന്നതെന്നെല്ലാം ജെക്ക് അങ്ങനെ തിരിച്ചു ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, വീട്ടിൽ നിങ്ങൾക്ക് എന്താണ് കാര്യം, നിങ്ങൾ എന്റെ ചേച്ചിയെ ആ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണോ, നിങ്ങൾ എന്തിനാണ് ഫോൺ എടുക്കാതെ പാലക്കാട്ടേക്ക് പോയത്, നിങ്ങൾ നിൽക്കുന്ന അതേ സ്ഥലത്ത് നിന്നാണ് ചേച്ചി മിസ്സിംഗ് ആയത്, ചേച്ചിയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്, ഇന്നലെ രാവിലെ ചേച്ചിയെ നിങ്ങളുടെ അമ്മയാണ് അമ്പലത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് എന്നെല്ലാം അച്ചു അങ്ങനെ പറയുമ്പോൾ ജെക്ക് ചോദിക്കുന്നുണ്ട്, അർച്ചന മിസ്സിംഗ് ആണോ, അച്ചു നിങ്ങൾ എന്റെ പിന്നാലെ നടക്കാതെ എത്രയും പെട്ടെന്ന് അർച്ചനയെ കണ്ടെത്തണം, അർച്ചന എന്റെ കൂടെ എന്തായാലും വരില്ല, നീ വേഗം തന്നെ അർച്ചനയെ കണ്ടുപിടിക്കാൻ നോക്ക് എന്ന് ജെക്കെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, നിങ്ങളെ എനിക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ലെന്ന് ജെക്കെ അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ആ വീട്ടിലേക്ക് എന്തിനാണ് പോയതെന്നല്ലേ നിനക്കറിയേണ്ടത്, കാര്യം ഞാൻ പറഞ്ഞാൽ തനിക്ക് വിശ്വാസമില്ലെങ്കിൽ നേരിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തനിക്ക് ബോധ്യമാവുമല്ലോ, ഞാനും നിങ്ങളുടെ കൂടെ വരാം, നമുക്ക് ആ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ജൂൻ ജെക്കും എല്ലാരും കൂടി ആ പോലീസ് ജീപ്പിലേക്ക് കയറി നേരെ അർച്ചനയെ പൂട്ടിയിട്ടിരിക്കുന്ന ആ വീട്ടിലേക്ക് പോവുകയാണ്. അർച്ചനയാണെങ്കിൽ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. പോലീസുകാരും ജെക്കും വന്ന് കോളിംഗ് ബെല്ലടിച്ച് വാതിൽ മുട്ടുന്നുണ്ട്. ആ പെൺകുട്ടികൾ അപ്പൊ തന്നെ ജനലിലൂടെ പോയി നോക്കുകയാണ്. പോലീസിനെ കാണുന്നതും അവരങ്ങനെ പേടിക്കുന്നുണ്ട്. അയാള് പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു, നമ്മൾ എന്തായാലും കെയർഫുൾ ആയിരിക്കണം, ഒന്നും അറിഞ്ഞ ഭാവം വേണ്ട എന്ന് പറഞ്ഞ് പെൺകുട്ടികൾ അങ്ങനെ വാതിൽ തുറക്കുകയാണ്. അർച്ചനയാണെങ്കിൽ കോളിംഗ് ബെല്ല് കേൾക്കുന്നതും ആരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ആ പെൺകുട്ടികൾ വാതിൽ തുറന്ന് അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സർ, എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അച്ചുയോട് ചോദിക്കുന്നുണ്ട്, ഈ പെൺകുട്ടികൾ ആരാണ്, ഇവര് തമ്മിൽ നിങ്ങൾക്ക് എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ ജെ കെ പറയുന്നുണ്ട്, സ്ത്രീകളുമായി എനിക്ക് ഒരു ബന്ധവുമില്ല, ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഇവരെ
രണ്ടുപേരെ കാണുന്നത്. ഇവിടെ വന്നിട്ട് പോയത് എന്തിനാണെന്ന് നിങ്ങൾ മര്യാദയ്ക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയെന്ന് ജെകെ അങ്ങനെ പറയാണ്. അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട്, ഇയാൾ പറയുന്നതെല്ലാം ശരിയാണോ, വാടക വീട് നോക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ വാതിൽ തട്ടിക്കൊണ്ട്, ഹലോ വാതിലൊന്ന് തുറക്ക്, എന്നെ ഒന്ന് വാതിൽ തുറന്നു വിട് എന്നെല്ലാം അലമുറയിട്ടുകൊണ്ട് പറയാണ്. അച്ചുവപ്പ ചോദിക്കുന്നുണ്ട്, അകത്ത് ആരാണ്, ഇവിടെ നിങ്ങളല്ലാതെ വേറെ ആരാണ് താമസമെന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ആകെ ടെൻഷനോടെ പറയുന്നുണ്ട്, ഞങ്ങൾ കൂടാതെ ഞങ്ങളുടെ അമ്മ കൂടി ഇവിടെ ഉണ്ടെന്ന് പറയാണ്. ജെകെ അപ്പൊ പറയുന്നുണ്ട്, ഇവരെന്നോട് പറഞ്ഞിരുന്നു ഇവരുടെ അമ്മ ഇവിടെ താമസമുണ്ടെന്ന്, പ്രായമായ സ്ത്രീയാണ്, ഓർമ്മ കുറവുണ്ടെന്നും എന്നോട് പറഞ്ഞു എന്ന് ജെകെ അങ്ങനെ അച്ചുവിനോട് പറയാണ്. അച്ഛനെയാണെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വാതിൽ തുറക്ക്, എന്നെ ഒന്ന് രക്ഷിക്കുക എന്നങ്ങനെ പറയാണ്. അച്ചുവിന് സംശയം തോന്നി. പെൺകുട്ടികളോട് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇയാളുമായിട്ട് ഒരു ബന്ധവുമില്ലാലേ, എനിക്ക് നിങ്ങളുടെ അമ്മയെ ഒന്ന് കാണണമെന്ന് അച്ചു അങ്ങനെ നിർബന്ധം പിടിക്കുകയാണ്. പെൺകുട്ടികളാണെങ്കിൽ ആകെ പേടിച്ചു വരച്ചുകൊണ്ട് പോലീസിൽ നിന്നും രക്ഷപ്പെടാനായി അവിടെ നിന്നും ഇറങ്ങി ഓടുന്നുണ്ട്. പോലീസുകാരാണെങ്കിൽ അവരെ വിടാതെ പിടികൂടാനായി ബാക്കിൽ തന്നെ പോവുകയാണ്. അച്ചുവും ജെകെയുമാണെങ്കിൽ താരമുണ്ട്, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് വേഗം തന്നെ ഉള്ളിലേക്ക് പോയി വാതിൽ ചവിട്ടി തുറക്കുകയാണ്. അർച്ചനയ്ക്കാണെങ്കിൽ ജെകെയും അച്ചുവിനെയും കാണുന്നതും ആകെ സമാധാനമാവുകയാണ്. അച്ചുവിനെ കാണുന്നതും അർച്ചന അവനെ പിടിച്ചങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അർച്ചനയെ കണ്ട് ജെകെയും ആകെ ഞെട്ടിത്തരിച്ച് ടെൻഷനോടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അച്ചു അർച്ചനയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചേച്ചിക്ക് എന്താണ് പറ്റിയതെന്ന് അങ്ങനെ ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ തന്നെ ഞാൻ അമ്പലത്തിലേക്ക് പോയതും അവിടെ നിന്നും ആ പെൺകുട്ടികൾ പരിചയപ്പെട്ട് കള്ളം പറഞ്ഞ് തന്നെ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നതെല്ലാം അർച്ചന അങ്ങനെ പറയുന്നുണ്ട്. അതൊരു ചതിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, ആരാണ് ഇതിന് പിന്നിലെന്നും എനിക്കറിയില്ല എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ചേച്ചി ടെൻഷൻ ആവണ്ട, നമുക്ക് ആരാണെന്ന് കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, പാലക്കാട്ടേക്ക് പോകുമ്പോൾ അർച്ചനയെയും വിളിച്ചു കൊണ്ടുപോയി എന്നാണ് ഇവരെല്ലാം പറയുന്നത് എന്നങ്ങനെ പറയുമ്പോൾ അർച്ചന ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. അച്ചു അപ്പൊ തന്നെ ജെകെയോട് സോറി പറയുന്നുണ്ട്. അങ്ങനെ ആ പോലീസുകാരെല്ലാവരും കൂടി ആ രണ്ട് പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് വരികയാണ്. പിന്നീട് അച്ചുവും അർച്ചനയും മറ്റു പോലീസുകാരും എല്ലാവരും കൂടി ചേർന്ന് ആ രണ്ട് പെൺകുട്ടികളോടും നിങ്ങളെ കൊണ്ട് ഇതാരാണ് ചെയ്യിപ്പിച്ചത്, എന്തിനാണ് ചെയ്യിപ്പിച്ചത് എന്നെല്ലാം ചോദിക്കുകയാണ്. അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം പറയാം സാർ എന്ന് പറയാണ്. കോടതിയിലാണെങ്കിൽ ആരാണ് ഇലക്ഷനിൽ വിജയി എന്നറിയാനായി വിജയ് ശങ്കറും കൂട്ടുകാരും ദീപ്തിയും എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.